ഗീതയിൽ ഒരു രഹസ്യം എന്നുള്ളത്, നമുക്ക് ഈ ഗീത കിട്ടിയത് ഗുരുകാരുണ്യമാണ്. ഗുരുകാരുണ്യം എന്ന് പറയുമ്പോൾ വ്യാസൻ തൻ്റെ ശിഷ്യനായ സഞ്ജയന് കൊടുത്ത ദിവ്യദൃഷ്ടിയുടെ ഫലമാണ് നമുക്ക് ഗീത കിട്ടിയത്. ഇപ്പോൾ അർജുനനെ നിമിത്തമാക്കി പറഞ്ഞുവെങ്കിലും ഗീത കേട്ടത് വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. സഞ്ജയനും കേട്ടതുകൊണ്ടാണ് ലോകത്തിന് ഗീത എന്നുള്ള അമൃതസ്വരം ലഭിച്ചത്. പിന്നെ ഒരാൾ കേട്ടത് ആഞ്ജനേയ സ്വാമികളാണ്. ഈ കല്യാണ സൗഗന്ധ്യത്തിന് പോകുന്ന ഭീമസേനനെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശക്തി പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഭീമസേനൻ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്കൊരു യുദ്ധമുണ്ടാവും, അതിന് സഹായിക്കാൻ വരണമെന്ന്. ആ സമയത്ത് ഹനുമാൻ സ്വാമികൾ ചിരിച്ചിട്ട് പറഞ്ഞു, എന്തൊരു യുദ്ധം, അത് വെറും കളിപ്പാട്ടം വെച്ചുള്ള കളിയല്ലേ ഉള്ളൂ. രാമരാവണ യുദ്ധമാണ് ലോകം കണ്ടതിൽ അതിശയമായിട്ടുള്ള യുദ്ധം. അതിൽ പങ്കെടുത്ത് എനിക്ക് നിങ്ങളുടെ യുദ്ധത്തിൽ എന്താ, നിങ്ങളുടെ ഈ കളിപ്പാട്ടം കാണാൻ ഞാൻ എന്തിനാണ് വരണേന്ന് കേട്ടു. അല്ല, അങ്ങ് വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ എത്തും. കാരണം അർജുനന് അന്ന് കൃഷ്ണൻ എന്തോ ഒരു രഹസ്യം ഉപദേശിക്കും, അതെനിക്ക് കേൾക്കണം. അതിനാൽ ഞാൻ അർജുനൻ്റെ തേരിൽ കൊടിക്കൂറയിൽ ഒന്ന് സാന്നിധ്യം ചെയ്യും. പിന്നെ നീ പറഞ്ഞ നിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു, യുദ്ധത്തിന് വരണമെന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും പ്രയാസമെങ്കിൽ ഞാൻ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിനിടയിൽ ചില സമയത്ത് ഭീമസേനൻ രക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ തൻ്റെ ചേട്ടനെ വിളിക്കുന്നത് അദ്ദേഹം അവിടെ നിന്ന് തിരിഞ്ഞൊന്ന് ഊതുക മാത്രമേ ചെയ്യുള്ളൂ. ആ ഏരിയയിൽ പിന്നെ വേറെ ആരും കാണില്ല. അങ്ങനെ രക്ഷിച്ചു എന്ന് പറയാം. അങ്ങനെ ഗീത കേട്ടതിൽ ആഞ്ജനേയ സ്വാമിക്കും പ്രാധാന്യം കൂടുതലാണ്. ഹരി ബോൽ.